ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സൊല്ലട്ട് മാസ്. മൈ ഡിയർ സ്വത്തുകുട്ടികളെ, നമ്മുടെ നാട്ടിലെ സിനിമാക്കാര് കഥകളെല്ലാം തീർന്നുപോയി, ഇനി സിനിമ എടുക്കാൻ പുതിയ കഥകൾ ഉണ്ടാവില്ല എന്ന് പരാതി പറയുമ്പോൾ നമ്മുടെ കൊറിയക്കാര് പഴയ കഥകളിൽ തന്നെ പുതിയ പുതിയ പരീക്ഷണങ്ങൾ നടത്തുകയാണ്. സാധാരണ കഥയിൽ തന്നെ ഫാന്റസി ഫിക്ഷനും സയൻസ് ഫിക്ഷനും കൂട്ടിച്ചേർക്കും. അപ്പോൾ പുതിയൊരു സാധനം, പുതിയൊരു വിഭവം പുറത്തേക്ക് കിട്ടുമല്ലോ. അതാണ് അവർ ചെയ്ത്. ആ വിഭവം നല്ല സ്വാദുള്ളതാണ് താനും. ഒരു സീരിയൽ കില്ലറെ ചേസ് ചെയ്ത് പോകുന്ന ഹീറോ ആ കില്ലറെ പിടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അബോധാവസ്ഥയിലാകുന്നു. ആശുപത്രിയിൽ വെച്ച് കണ്ണു തുറന്ന് നോക്കുമ്പോഴാണ് ആ ഹീറോ മനസ്സിലാക്കുന്നത് തന്റെ ബോഡി മാറിപ്പോയിരിക്കുന്നു. ആത്മാവ് കില്ലറ ബോഡിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ആ കില്ലറ ആത്മാവ് തന്റെ ബോഡിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഇതാരോടെങ്കിലും പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കോ? നായകൻ പോലീസിന്റെ പിടിയിലാവുകയും ചെയ്തു. കില്ലർ തന്റെ രൂപത്തിൽ തന്റെ വീട്ടിലേക്ക് കയറി പോവുകയും ചെയ്തു. ഇനി എന്താണ് സംഭവിക്കുക? ഇങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു കഥയാണ് 2023 റിലീസ് ചെയ്ത ഡെവിൾസ് എന്ന കൊറിയൻ ക്രൈം ത്രില്ലർ മൂവി. പുതുവർഷം വരാനായി. എല്ലാ പുതുവർഷത്തിലും നമ്മൾ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരണം, പുതിയൊരു ഹാബിറ്റ് തുടങ്ങണം, പഴയൊരു ഹാബിറ്റ് ഇല്ലാതാക്കണം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ എത്ര പേരത് പ്രാവർത്തികമാക്കാറുണ്ട്? ഇതിന് കാരണം നമ്മൾ ഒരുപാട് ഡിസ്ട്രാക്റ്റഡ് ആണ്, സ്ട്രെസ്ഡ് ആണ്. നമുക്കറിയാം, സമ്മർദ്ദവും അശ്രദ്ധയും നമ്മുടെ തിരക്കേറിയ ജീവിതത്തിൽ ഒരു പാർട്ടായിട്ട് മാറിക്കഴിഞ്ഞു. നമ്മുടെ മനസ്സ് ശാന്തമായി നിലനിർത്താൻ സ്ക്രീൻ ടൈം ഒഴിവാക്കണമെന്നാണ് വിദഗ്ധര് പറഞ്ഞിട്ടുള്ളത്. മൊബൈൽ, ലാപ്ടോപ്പ് അല്ലെങ്കിൽ ടെലിവിഷൻ ഇവയിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് നമ്മൾ ഈ ഭൂരിഭാഗം പേരെയും മാനസികമായിട്ട് തളർത്തുകയും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ശ്രദ്ധ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് പുസ്തകങ്ങൾക്കൊപ്പം സമയം ചെലവഴിക്കുന്ന ശീലം നാം വളർത്തിയെടുക്കേണ്ടത്. വായനയ്ക്ക് സമ്മർദ്ദം കുറയ്ക്കാനും തലച്ചോറിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും കൂടുതൽ മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കാനും കഴിയും. അവിടെയാണ് കൂക്കു FM പലരുടെയും ജീവിതങ്ങളെ മാറ്റിമറിച്ചത്. വായിക്കാൻ സമയമില്ലാത്ത ആളുകൾ കൂക്കു FM ആപ്പ് ഉപയോഗിക്കാൻ തുടങ്ങി. വിവിധ വിഭാഗങ്ങളിലുള്ള നിരവധി ഓഡിയോ ബുക്കുകൾ കേൾക്കാൻ തുടങ്ങി. സ്ക്രീൻ സമയം കുറയ്ക്കാനും വിവിധ തരം ഓഡിയോ ബുക്കുകൾ ദിവസവും കേൾക്കാനും കൂക്കു FM പലരെയും സഹായിച്ചിട്ടുണ്ട്. ദിസ് ഈസ് ദ ബെസ്റ്റ് കണ്ണിന് റെസ്റ്റ്, കാതിന് ഗിഫ്റ്റ് മൊമെന്റ്. ഇപ്പം ഇതാ ഒരുപാട് പുതിയ ഓഡിയോ ബുക്കുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. MDയുടെ ഇരുട്ടിന്റെ ആത്മാവ്, മഞ്ഞ്, ഷേക്സ്പിയർ സമ്പൂർണ്ണ കഥകൾ, ആൻ ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പുകൾ, അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ. അതുമാത്രമല്ല, നിങ്ങളുടെ കേൾവിക്ക് കൂടുതൽ ഇമ്പം പകരാൻ MDയുടെ പുസ്തകങ്ങൾക്ക് ശബ്ദം കൊടുത്തിരിക്കുന്നത് നെടുമുടി വേണുവാണ്. അതിനൊപ്പം തന്നെ ജോൺസൺ മാഷിന്റെ പിന്നണി സംഗീതമുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് കലാകാരന്മാരുടെയും കലാകാരികളുടെയും ശബ്ദത്തിൽ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. ഈ 2024 നിങ്ങൾ ഉപയോഗിക്കേണ്ട വൺ ഓഫ് ദ ബെസ്റ്റ് ആപ്പാണ് കൂക്കു FM. അതുകൊണ്ട് ആരും മടിക്കണ്ട, ഇപ്പൊ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച്. എന്നിട്ട് കൂപ്പൺ കോഡായ മലയാളം 60 എന്ന് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 60% ഓഫറാണ് സബ്സ്ക്രിപ്ഷനിൽ ലഭിക്കാൻ പോകുന്നത്. കണ്ണിന് റെസ്റ്റ്, കാതിന് ഗിഫ്റ്റ്. എന്നാ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോ ഈ കഥയിലേക്ക് കടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ ഇരുട്ടത്ത് കാണുന്ന പെയിന്റ് അത് ശരീരത്തിലും പുരട്ടി ഒരു 3-4 പേര് ഒരു പെൺകുട്ടിയെ കിടത്തി അവളെ ശരീരത്തും പുരട്ടുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം അവന്മാര് വീഡിയോ എടുത്ത് ലൈവ് ഡാർക്ക് വെബ്സൈറ്റിൽ കൂടെ ടെലികാസ്റ്റ് ചെയ്യാണ്. ഈ ബോധമില്ലാതെ കിടക്കുന്ന പെൺകുട്ടിയുടെ ഓരോ ശരീരഭാഗങ്ങളും അവന്മാര് മുറിച്ച് നീക്കുന്നുണ്ട്. അകത്ത് ഈ സംഭവം നടക്കുന്ന സമയത്ത് ആളറിയാത്ത ആരോ ഇൻഫർമേഷൻ കൊടുത്തനുസരിച്ച് ഒരു പോലീസുകാരൻ ഇവര് താമസിക്കുന്ന ബിൽഡിങ്ങിന്റെ പരിസരത്തേക്ക് എത്തും. എന്നിട്ട് അയാള് തന്റെ പാർട്ട്ണറായ ഹീറോയെ വിളിച്ച്, ഞാൻ സ്പോട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു, നീ വരുന്നുണ്ടോ, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അപ്പൊ ഹീറോ, അവരവിടുന്ന് രക്ഷപ്പെടാതെ നോക്ക്, അവർ പോകുന്ന വഴിയെല്ലാം കവർ ചെയ്ത് നിന്നാ മതി, അകത്തേക്ക് പോകരുത്, ഞാൻ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് എത്താം എന്ന് പറയും. സോ പാർട്ട്ണർ പറഞ്ഞതനുസരിച്ച് ഈ പോലീസുകാരൻ മെല്ലെ അവര് രക്ഷപ്പെടാതിരിക്കാൻ പുറത്തേക്ക് വരുന്ന വഴി കവർ ചെയ്ത് നിൽക്കാൻ പോകും. എന്നാൽ അകത്ത് എന്താണ് സംഭവിക്കണേന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റിയിൽ ഇയാള് ഗണ്ണും കൊണ്ട് ഈ കൊലയാളികൾ താമസിക്കുന്ന മുറിക്കകത്തേക്ക് വരികയാണ്. അപ്പൊ ഇയാൾ അറിയാതെ ഇയാൾക്ക് പുറകിൽ ഒരു കില്ലർ വന്ന് നിൽക്കുന്നുണ്ടാകും. ഈ സമയത്താണ് ഹീറോ സ്പോട്ടിലേക്ക് എത്തുന്നത്. സ്പോട്ടിലേക്ക് എത്തിയ ഹീറോ ഒരു വെടിയൊച്ച കേട്ടിട്ട് നേരെ ബിൽഡിങ്ങിനകത്തേക്ക് ഓടി വരും. വന്ന് നോക്കുമ്പോ നേരത്തെ കൊല ചെയ്യപ്പെട്ട പെൺകുട്ടിയുടെ ബോഡി അവിടെ കിടപ്പുണ്ട്. അതിന് താഴെയായി തന്റെ പാർട്ട്ണർ കഴുത്തറക്കപ്പെട്ട നിലയിൽ ജീവന് വേണ്ടി തുടിച്ചുകൊണ്ടിരിക്കാവും. മരിക്കാൻ പോകുന്നതിന്റെ അവസാന നിമിഷം അയാൾ പറയും 4 പേരുണ്ട്, 4 പേരാണ് അവര്, 4 പേരെന്ന്. ഇത് മാത്രമാണ് അയാൾ പറയുള്ളൂ. ആള് മരണപ്പെട്ടു. ഈ പോലീസുകാരനെ മോർച്ചറിയിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് അവിടുത്തെ ഡോക്ടർ പറയുന്നത്, നിന്റെ അളിയനാണല്ലോ മരണപ്പെട്ടത്, നിന്നെ എങ്ങനെ സമാധാനിപ്പിക്കണം എന്നെനിക്കറിയില്ല, പ്രൊസീജിയർ തീരുന്നവരെ പുറത്ത് വെയിറ്റ് ചെയ്തോളൂ, ബോഡി കണ്ടുകൊണ്ട് നിൽക്കണ്ടെന്ന് പറഞ്ഞ് ഹീറോയെ ഡോക്ടർ പുറത്ത് വെയിറ്റ് ചെയ്യാൻ പറയും. അപ്പോഴാണ് സഹോദരി ഓടി വരുന്നത്. ഓടി വന്ന് ഹീറോയോട് ബഹളം വെച്ച്, നീ എവിടെ പോയിരുന്നു, എന്റെ ഭർത്താവിനെ അവരെ കൊല്ലുമ്പോൾ നീ എവിടെയായിരുന്നടാ ദ്രോഹി, അവർക്ക് അവനെ കൊല്ലാൻ വിട്ടുകൊടുത്ത് നീ എന്ത് ചെയ്യായിരുന്നു എന്നും പറഞ്ഞ് അവൾ അവനെ കെട്ടിപ്പിടിച്ച് കരയാണ്. അവിടുന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്ത പോലീസ് മീറ്റിംഗ്
ബ്രീഫിംഗിൽ ഈ കൊലയാളികളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറയുന്നു. ഇതുവരെ 8 പേരെ അവർ കൊന്നിട്ടുണ്ട്. 8 പെൺകുട്ടികളെയാണ് കൊന്നിരിക്കുന്നത്. ഈ പെൺകുട്ടികളെ അൺനാച്ചുറലായി പീഡിപ്പിച്ച് അവരുടെ ശരീരഭാഗങ്ങൾ മുറിച്ചു മാറ്റി ഡംപ് ചെയ്യാണ് ചെയ്യുക. ഇവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ലൈവായിട്ട് വിടാറുമുണ്ട്. എന്നാൽ ആരുടെയും മുഖം തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. ഡാർക്ക് വെബ് ആയതുകൊണ്ട് തന്നെ അവർ IP കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. വിക്ടിംസിന്റെ ബോഡിയൊന്നും ഒരു എവിഡൻസും കിട്ടിയിട്ടില്ല. സോ ഇന്ന് വരെ പോലീസുകാരുടെ കയ്യിൽ കാര്യമായ ഒരു എവിഡൻസും ഇല്ല. ഇതിലെ മെയിൻ കൊലയാളിയാണ് എന്ന് സംശയിക്കുന്ന ഒരാളുടെ ചെറിയൊരു രൂപം മാത്രം ഇവർക്ക് ക്യാമറയിൽ കൂടെ കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെയാന്ന് വെച്ചാൽ അവസാനം കൊല ചെയ്യപ്പെട്ട പോലീസുകാരന്റെ ബോഡി ക്യാമറയിൽ അവന്റെ ചെറിയ രൂപം പതിഞ്ഞിട്ടുണ്ട്. ആ ഒരു രൂപം വെച്ച് നോക്കുമ്പോൾ ഏകദേശം 30 വയസ്സുള്ള ഒരു മെയിലാണ്, തിൻ ഫിറ്റ് ഫിസിക്കാണ് എന്ന് മാത്രം അറിയാം. ഇതവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കില്ലർ മറ്റൊരു പെൺകുട്ടിയെ കൊന്നുകൊണ്ടിരിക്കാവും. അപ്പോഴാണ് സ്റ്റേഷനിലേക്ക് വീണ്ടും ഒരു അനോണിമസ് കോള് വരുന്ന കില്ലർ ഇന്ന സ്പോട്ടിലുണ്ടെന്ന് പറഞ്ഞിട്ട്. വിവരം കിട്ടിയ ഉടനെ പോലീസുകാരെല്ലാം അങ്ങോട്ട് ഓടും. ഒരു ജൂനിയർ പോലീസുകാരനുണ്ട്. പുള്ളിക്കാരൻ തയ്യാറെടുക്കുമ്പോൾ നമ്മുടെ ഹീറോ അവന്റെ ഗണ്ണിന്റെ സ്ട്രാപ്പ് റെഡിയാക്കി കൊടുത്ത്, ധൃതിപ്പെടരുത്, എന്റെ പുറകെ നിന്നാ മതി, നമ്മുടെ ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ ആക്ഷനിൽ ഇറങ്ങാൻ പാടുള്ളൂ എന്ന് അഡ്വൈസ് കൊടുക്കും. ഹീറോയുടെ ജൂനിയർ ആണത്. അവനോടൊരു പ്രത്യേക സ്നേഹമുണ്ട് ഹീറോയ്ക്ക്. അങ്ങനെ പോലീസുകാരെല്ലാം സ്പോട്ടിലേക്ക് എത്തി. ഇവര് മെല്ലെ കെട്ടിടത്തിനകത്തേക്ക് കയറി പോകുമ്പോൾ പോലീസുകാരുടെ പ്രസൻസ് നമ്മുടെ കില്ലർ ഫീൽ ചെയ്യും. ഇവൻ മാറി ഒളിച്ചു നിൽക്കാണ്. അവര് കയറി വരുമ്പോൾ വന്നവര് തലയറ്റ് കിടക്കുന്ന ബോഡി കണ്ട് ഒരു നിമിഷം പതറി നിൽക്കുന്ന സമയത്ത് ആരോ ആ മുറിയിൽ ലൈറ്റ് ഓഫാക്കും. അവിടെ ഉണ്ടായിരുന്ന കളർ ലൈറ്റുകളും ഓഫാക്കി കളഞ്ഞു. പെട്ടെന്നാണ് ഇവർക്ക് പുറകിലൂടെ കില്ലർ മറ്റൊരു ഡോറ് തുറന്ന് പുറത്തേക്ക് രക്ഷപ്പെട്ടു ഓടുക. പുറത്തേക്ക് ഇറങ്ങിയവൻ അവന്റെ സ്പോർട്സ് കാറും എടുത്ത് വിട്ടടിച്ച് അവിടുന്ന് രക്ഷപ്പെട്ടു പോകും. എന്നാൽ ഹീറോ വിട്ടില്ല. ഹീറോയും പാർട്ട്ണറും കൂടി മറ്റൊരു കാറിൽ അവനെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. ഏകദേശം പിടിക്കാനായി എന്ന അവസ്ഥയാവുമ്പോൾ കില്ലർ വണ്ടി വെട്ടിത്തിരിച്ച് അടുത്ത കാട്ടിലേക്ക് മറിഞ്ഞു വീഴും. എന്നാലും അവനൊന്നും സംഭവിച്ചിട്ടില്ല. വീണ കാറിൽ നിന്ന് വീണ്ടും അവനെ ഇറങ്ങി ഓടുന്നുണ്ട്. നമ്മുടെ ഹീറോയും ജൂനിയറും കൂടി പുറകെ തന്നെ ഓടുന്നുണ്ട്. കാട്ടിലേക്ക് ഓടിക്കേറിയവൻ മറിഞ്ഞിരുന്ന് ആദ്യം ജൂനിയർ പയ്യനെ അടിച്ചു വീഴ്ത്തും. ഇത് കണ്ട ഹീറോ കില്ലറെ വിടാതെ പുറകെ തുരത്തി ഓടുകയാണ്. എന്ന് ഈ ഓടിപ്പോയവൻ ഒരു വലിയ താഴ്ച കണ്ട് സ്റ്റോപ്പായി നിൽക്കുമ്പോൾ ഹീറോ പുറകിന്ന് അവന്റെ മേലേക്ക് ചാടി അവൻ ഇടിച്ചിട്ട് ആ താഴ്ചയെ കൂടെ 2 പേരും താഴത്തേക്ക് ഉരുണ്ടു പോവാണ്. കുറച്ചു കഴിഞ്ഞ് ജൂനിയർ എഴുന്നേറ്റ് വന്ന് അവിടെ കൂടെ എല്ലാം ഹീറോയുടെ പേരും വിളിച്ച് അവൻ അന്വേഷിച്ച് നടക്കും. എന്നാൽ ഹീറോനെയും കാണുന്നില്ല, ആ കില്ലറേയും കാണുന്നില്ല. ഒരുപാട് സമയം തെരഞ്ഞിട്ടും കാണുന്നില്ല. ഇവൻ അടുത്ത പോലീസുകാരെ വിളിച്ചു വരുത്തുകയാണ്. അവരെല്ലാം രാത്രിയിൽ അന്വേഷിച്ച് നടക്കും. ആ കാട്ടിൽ ആരെയും കാണാനില്ല. സോ പിറ്റേന്ന് തന്നെ വലിയൊരു പോലീസ് സന്നാഹം അവിടെ തമ്പടിച്ച് ആ കാട് മൊത്തം പരിശോധിക്കുകയാണ്, സെർച്ച് ചെയ്യാണ്. അങ്ങോട്ട് ഭർത്താവിനെ അന്വേഷിച്ച് നമ്മുടെ ഹീറോയുടെ ഭാര്യയും കുഞ്ഞും വരുന്നുണ്ട്, മോളും വരുന്നുണ്ട്. ചീഫ് പറയും, താൻ പേടിക്കാതെ, നമുക്ക് ഒരുപാട് പോലീസുകാരുണ്ട്, അവരെല്ലാം കൂട്ടി അന്വേഷിച്ച് സെർച്ച് ചെയ്ത് എത്രയും പെട്ടെന്ന് നമുക്ക് അവനെ കണ്ടുപിടിക്കാം. ഇവര് പട്ടികളെല്ലാം വെച്ച് മണപ്പിച്ചൊക്കെ സെർച്ച് ചെയ്യുന്നുണ്ട്. എന്നാലും പൊടി പോലും കിട്ടില്ല. അങ്ങനെ നാളുകൾ നീണ്ടുപോയി. ഇപ്പോൾ 1 മാസമായിട്ട് ഹീറോയും ആ കില്ലറേയും കാണാനില്ല. ഇവർ സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോഴാണ് ചീഫിനൊരു കോള് വരുന്നത്. ആ കോള് കേട്ട ചീഫ് ബാക്കിയുള്ള പോലീസുകാരോട് പറയും, എല്ലാവരും പാക്കപ്പ് ചെയ്തോളൂ, നമ്മുടെ ഈ സെർച്ച് അവസാനിപ്പിക്കാനാണ് മോളിൽ നിന്നുള്ള ഉത്തരവ്. അത് കേട്ട് ഭാര്യ കരയുന്നു. മറ്റുള്ള പോലീസുകാർ, അതെങ്ങനെയാ നമ്മുടെ കൂട്ടത്തിലൊരുവനെ നമുക്ക് ഉപേക്ഷിച്ചിട്ട് ഇവിടുന്ന് പോകാൻ പറ്റുക, സാർ അതിന് സമ്മതിച്ചോന്ന് ചോദിക്കും. അപ്പൊ ചീഫ്, നമ്മൾ ഇവിടെ ഹീറോനെ തപ്പിക്കൊണ്ട് നടക്കുമ്പോൾ അവന്മാര് വീണ്ടും ആൾക്കാരെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് മോളിയുള്ളവർ സമ്മതിക്കില്ല. എനിക്കും വിഷമമുണ്ട്, പക്ഷെ നമുക്ക് വേറെ വഴിയില്ല. ആ ഉത്തരവ് അനുസരിച്ചേ മതിയാവും. എല്ലാവരും പാക്കപ്പ് ചെയ്യൂ, നമുക്ക് ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞ് ചീഫ് എല്ലാവരെയും വിളിച്ച് സ്റ്റേഷനിലേക്ക് തിരിച്ചു പോകുന്നു. പിറ്റേന്ന് ഇവര് പുതിയ കേസിനെ കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരെ സ്റ്റേഷന് വെളിയിലായി ഒരു കാർ ആക്സിഡന്റ് ആയതിന്റെ ശബ്ദം കേൾക്കും. പോലീസുകാർ ഓടി വന്ന് നോക്കുകയാണ് എന്താണ് സംഭവിച്ചതെന്ന്. നോക്കുമ്പോണ്ട് ആ കാറിനകത്ത് കാണാതെ പോയ നമ്മുടെ ഹീറോയും ഉണ്ട്, അതേപോലെ ഡ്രൈവിംഗ് സീറ്റിൽ ഈ കില്ലറും ഇരിപ്പുണ്ടാവും. 2 പേരുടെയും ബോധം പോയിരിക്കുക. എത്രയും പെട്ടെന്ന് പോലീസുകാർ 2 പേരെയും ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു. ബോധം വന്ന ഹീറോ കണ്ണു തുറന്ന് നോക്കുമ്പോൾ അവനെ ബെഡിൽ വിലങ്ങിട്ട് വെച്ചിരിക്കുകയാണ്. ഇതെന്തിനാണ് എന്നെ പൂട്ടി വെച്ചിരിക്കണേന്നും പറഞ്ഞ് ഹീറോ ചുറ്റും നോക്കുമ്പോൾ കണ്ണാടിയിൽ ആ കില്ലറുടെ മുഖം കാണും. ആ ചെറുപ്പക്കാരനായ കില്ലറുടെ മുഖം കാണും. എനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാവില്ല ആദ്യം ഹീറോയ്ക്ക്. അവൻ നിലവിളി ഒച്ചപ്പാടുണ്ടാക്കുമ്പോൾ 2 ഒന്നാണ്, നല്ലൊരു രസത്തിന് 2 ചേർത്ത് പറഞ്ഞാലേ ഒരു കുമ്മുള്ളൂ. ശബ്ദം കേട്ട് ഓടി വന്ന പോലീസുകാർ അവനെ ഇഞ്ചക്ട് ചെയ്ത് മയക്കി കിടത്താണ്. ഈ സമയത്ത് കില്ലർ അവനുണ്ടായ മാറ്റം കണ്ട് അതിശയിക്കും. അവന്റെ അരികിലേക്ക് ഒരു പെൺകുട്ടി അപ്പാന്ന് പറഞ്ഞ് ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നു. ഒരു സ്ത്രീയും വരുന്നുണ്ട്. അവൻ ഇതൊക്കെ ആരാണോ എന്ന മട്ടിൽ നോക്കാണ്. ഭാര്യയും കുട്ടിയും സംസാരിക്കുന്നതിനൊന്നും അവൻ മറുപടി പറയുന്നില്ല. സോ ഡോക്ടർമാർ അവന്റെ തല സ്കാൻ ചെയ്ത് നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല, ഒരു ആക്സിഡന്റ് സംഭവിച്ചല്ലേ, ടെമ്പററി മെമ്മറി ലോസ് കാണും, മെല്ലെ അത് തിരിച്ചു വന്നോളും, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കൂടെ നിന്നാ മതി എന്ന് പറയും. ഈ സമയത്ത് യഥാർത്ഥ ഹീറോ അവന് രൂപമാറ്റം വന്നത് എങ്ങനെയാണ്, എന്തുകൊണ്ട് എന്റെ ബോഡി മാറിപ്പോയി എന്ന കൺഫ്യൂഷനിലായിരിക്കും. അവനൊരു പോലീസുകാരനെ വിളിച്ച് എനിക്ക് സംഭവിച്ച കാര്യങ്ങളെല്ലാം പറയണം, ഡിറ്റക്റ്റീവ് കിമ്മിനോട് വരാൻ പറയൂ, ഞാൻ അവനോട് മാത്രമേ സംസാരിക്കൂ എന്ന് പറയും.
കിം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജൂനിയർ പോലീസുകാരനാണ്. സോ ചീഫും പോലീസുകാരെല്ലാം കിമ്മിനെ റെഡിയാക്കി അവന്റെ ശരീരത്തിൽ ഒരു മയക്കം വെച്ചു കൊടുത്തിട്ട് ഹീറോയുടെ അടുത്തേക്ക് പറഞ്ഞുവിടും. എന്നാൽ ജൂനിയർ അകത്തേക്ക് വരുമ്പോൾ തന്നെ ഹീറോ മനസ്സിലാക്കും അവന്റെ ശരീരത്ത് മൈക്കുണ്ടെന്ന്. ഞാൻ നിന്നെ മാത്രമായിട്ട് പ്രത്യേകം വിളിച്ചതാണ്, അതുകൊണ്ട് ആ മൈക്ക് തിരിച്ചു കൊടുത്തിട്ട് വരുമെന്ന് പറയും ഹീറോ. സോ ജൂനിയർ ആ മൈക്ക് തിരിച്ചു കൊടുത്തിട്ട് തനിക്ക് എന്താണ് പറയാനുള്ളത് പറഞ്ഞോളൂ എന്ന് പറഞ്ഞ് എഴുതാനിരിക്കുകയാണ്. അപ്പൊ ഹീറോ, വില്ലന്റെ രൂപത്തിലുള്ള നമ്മുടെ ഹീറോ, നിന്റെ ഗൺ ഹോൾസ്റ്റർ ഇപ്പൊ തിരിഞ്ഞിട്ടില്ല, നേരെയാണ് ഇരിക്കുന്നത്. സുജിൻ, അതാരാണ് നിനക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തരാറ്? അത് കേട്ട ജൂനിയർ, ഇവന് വളരെ ക്ലോസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടല്ലോ, നീ ഞങ്ങളെക്കുറിച്ച് ഒരുപാട് റിസർച്ച് ചെയ്തിരുന്നോ എന്ന് ചോദിക്കും. അപ്പൊ ഹീറോ താൻ എപ്പോഴാണ് പോലീസിൽ ജോയിൻ ചെയ്തതെന്നും അത് കഴിഞ്ഞ് തന്റെ പാർട്ട്ണർ എപ്പോൾ മരണപ്പെട്ടു, ജൂനിയർ എപ്പോഴാണ് ജോലിക്ക് കയറിയതെന്നും അവന്റെ പേഴ്സണൽ ലൈഫിൽ ഉണ്ടായ കാര്യങ്ങളും ഇതെല്ലാം പറയും. ഇതെല്ലാം കേട്ട ജൂനിയർ താൻ ഇതൊക്കെ എങ്ങനെ മനസ്സിലാക്കി, എന്തുകൊണ്ടാണ് ഇതെല്ലാം എന്നോട് പറയണമെന്ന് ചോദിക്കും. അതിന് ഹീറോ, എനിക്ക് ചെറിയ ബോധം ഉണ്ടായിരുന്ന സമയത്ത് കണ്ണു തുറന്നു, അപ്പൊ എന്നെ ആരോ വലിച്ചോണ്ട് പോകുമായിരുന്നു. ആ സ്ഥലത്തെ ഭിത്തിയിൽ ചങ്വോ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. എന്നെ വലിച്ചോണ്ട് പോയവൻ ഒരു ബെഡി കിടത്തി. എനിക്ക് അനങ്ങാൻ പറ്റിയിട്ടില്ല. അവൻ എന്നെ എന്തോ ചെയ്തിട്ടുണ്ട്. അതിനടയാളമാണ് ഈ മുറിവ്. കണ്ണു തുറന്നപ്പോ ഞാൻ ആ കില്ലറായിട്ട് മാറിയിരിക്കുന്നു. മീസങ്, ഇത് ഞാനാണ്. ജേവാൻ, നിനക്ക് മനസ്സിലാകുന്നില്ലേ? ഇത് ഞാനാടാ. ഇത് കേട്ട ജൂനിയർ, നിനക്കെന്താ പ്രാന്താണോടാ? നീ എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അത് കേട്ട ഹീറോ, എനിക്ക് മനസ്സിലാക്കും. നിനക്കെന്താണോ ഇപ്പൊ തോന്നുന്നത് അതന്നെയാണ് എനിക്കും തോന്നിയിരുന്നത്. അവൻ എന്റെ ശരീരം മാറ്റി എന്നെ സഹായിക്കുമെന്ന് പറയും ഹീറോ. ഇവൻ ആകെ ഷോക്കായിട്ടിരിക്കുകയാണ്, എന്താ പറയണ്ടെന്നറിയില്ല. ജൂനിയർ തിരിച്ചു വരുമ്പോൾ പോലീസുകാർ ചോദിക്കും അവൻ എന്താണ് പറഞ്ഞതെന്ന്. അപ്പൊ ജൂനിയർ അവനങ്ങനെ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല, എന്തൊക്കെയോ മണ്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നു. നമ്മുടെ ശ്രദ്ധ തിരികാൻ നോക്കുകയാണ്. ഇൻഫർമേഷൻസ് ഒന്നും തന്നെ കിട്ടിയില്ല എന്ന് പറയും. അന്ന് വൈകിട്ട് ജൂനിയർ തന്റെ ഗൺ ഹോൾഡർ ട്വിസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഹീറോയെ ചെന്ന് കാണുന്നു. ഹീറോയുടെ മുറിയിൽ അവിടെ ഹീറോയുടെ ഭാര്യയും മോളും ഉണ്ടാവും. ഇവൻ ചെന്ന് ഹീറോയോട്, നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് സുഖാവട്ടെ, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറയും. എന്നിട്ട് ഹീറോ കാണെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അവന്റെ ഹോൾഡർ ട്വിസ്റ്റ് ആയിട്ടുണ്ട്. ഇത് കണ്ട ഹീറോ റെസ്പോണ്ട് ചെയ്യില്ല, ഒന്നും പറയില്ല. ഇവനപ്പോൾ ചെറുതായിട്ടൊരു സംശയം തോന്നുന്നുണ്ട്. ഓക്കെ, നിങ്ങളെല്ലാം ഭക്ഷണം കഴിച്ച് കിടന്നോളൂ, ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് പോവാണെന്നും പറഞ്ഞ് ബൈ പറഞ്ഞ് അവൻ ഇറങ്ങും. അത് കഴിഞ്ഞ് അവൻ മൊബൈൽ എടുത്ത് ഹീറോ കാണാതായ ഫോറസ്റ്റ് ഇല്ലേ, ആ സ്ഥലം മാപ്പിലൂടെ ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ആ സ്ഥലത്തിന് തൊട്ടടുത്തായി ചങ്വു എന്ന് പറയുന്ന ഒരു ഫാം ഹൗസ് ഉണ്ട്. ഹീറോ പറഞ്ഞ ആ പേര് ശരിയാണ്. ഇവൻ ആ ഫാം ഹൗസിൽ പോകുന്ന സമയം നമ്മുടെ ഹീറോയുടെ മുറിയിലേക്ക് വില്ലൻ വരും. നീ എന്താടാ എന്നെ ചെയ്തെന്ന് ചോദിച്ച് ഹീറോ ദേഷ്യത്തിയിരിക്കുമ്പോൾ വില്ലൻ പറയും, നീ പറയുന്ന ആരും വിശ്വസിക്കില്ല. നിന്റെ ശരീരത്തിലാണ് ഇപ്പം ഞാനുള്ളത്. നിന്നെപ്പോലെ നിന്റെ വീട്ടിലേക്ക് എനിക്ക് കയറി ചെല്ലാൻ പറ്റും. നിന്റെ ഭാര്യയും മോളെയും പീഡിപ്പിച്ച് കൊല്ലാൻ പറ്റും. ഞാൻ പറയുന്നത് നീ കേൾക്കണം. കേട്ടാൽ അവരെ ജീവനോടെ നിനക്ക് തിരിച്ചുതരാം. എനിക്ക് നിന്റെ മെമ്മറീസ് എല്ലാം വേണം. നിന്റെ കുടുംബത്തെ പറ്റിയുള്ള മെമ്മറീസ്, നിന്റെ ഓൺലൈൻ ID, പാസ്വേഡ്, ബാങ്ക് അക്കൗണ്ട്, ഇതെല്ലാം എനിക്കിപ്പോൾ വേണം. പറഞ്ഞു തന്നില്ലെങ്കിൽ നാളെ നീ നിന്റെ കുടുംബത്തെ കാണില്ല. സോ ഹീറോ വേറെ വഴിയില്ലാതെ തന്റെ കുടുംബത്തെ അവൻ തൊടും എന്ന ഭയത്തിൽ തന്നെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും തന്റെ ഹിസ്റ്ററിയും വില്ലന് പറഞ്ഞു കൊടുക്കുന്നു. ഈ സമയത്ത് ജൂനിയർ ആ ചങ്വു എന്ന് പറയുന്ന എസ്റ്റേറ്റിലേക്ക് വരാണ്. വന്ന് അകത്ത് കയറി നോക്കുമ്പോൾ വലിയൊരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിങ്ങിന് തൊട്ടടുത്തായിട്ട് ഒരു പഴയ പൊളിഞ്ഞ വാൻ നിർത്തിയിട്ടിരിക്കുന്നു. ഇവൻ സംശയപ്പെട്ട ആ പൊളിഞ്ഞ വാനകത്ത് കയറി നോക്കും. അവിടെ ഒരു സ്ട്രെച്ചർ കിടപ്പുണ്ട്. അതേപോലെ രക്തം പുരണ്ട കുറെ തുണികളും ഉണ്ടാവും. വില്ലൻ വേഷത്തിലുള്ള ഹീറോ പറഞ്ഞ അടയാളങ്ങളെല്ലാം ശരിയാണ്. സോ പിറ്റേന്നിവൻ നേരത്തെ കാണിച്ച ഡോക്ടറല്ലേ, ഇവർക്ക് പരിചയമുള്ള ഇവരെ കേസൊക്കെ നോക്കുന്ന ഡോക്ടർ, അങ്ങേരെ കണ്ട്, സാർ എനിക്കൊരു ചെറിയ ചോദ്യം ചോദിക്കാനുണ്ട്. മണ്ടത്തരായിട്ട് തോന്നാം, എന്നാലും ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുന്ന. ഞാനൊരു സിനിമ കണ്ടിരുന്നു. അതിലിങ്ങനെ രണ്ടാൾക്കാരുടെ ബോഡി അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ചായി, അവരുടെ ആത്മാവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. അങ്ങനെ സംഭവിക്കാൻ മെഡിക്കൽ സയൻസിൽ എന്തെങ്കിലും വഴികളുണ്ടോ? ബ്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ? അത് കേട്ട ഡോക്ടർ ചിരിച്ചിട്ട് പറയും, അങ്ങനെയുള്ള സർജറി ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. എങ്ങനെയാടാ ബ്രെയിന് മാറ്റി വയ്ക്കാൻ പറ്റുക? ഇതുവരെ മെഡിക്കൽ സയൻസിൽ അങ്ങനത്തെ പരിപാടിയൊന്നും നടന്നിട്ടില്ല. അതൊക്കെ സിനിമയിൽ കണ്ടല്ലേ. ഒരു പോലീസുകാരനായിട്ട് നിനക്ക് ഇങ്ങനെയുള്ള സംശയം? ജോലി കഴിഞ്ഞെങ്കിൽ വീട്ടിൽ പോകും, മനുഷ്യനെ മെനക്കെടുത്താതെ എന്നും പറഞ്ഞ് ഡോക്ടർ മാറിപ്പോകും. അത് കഴിയുമ്പോൾ ഹീറോ ഡിസ്ചാർജ് ആയിട്ട് വീട്ടിൽ പോവുകയാണ്. അതായത് ഹീറോ വേഷത്തിലുള്ള വില്ലൻ. അവൻ ഹീറോയുടെ മുറിയിലേക്ക് എത്തുമ്പോൾ ഭാര്യയുടെ തോളത്ത് കൈയിട്ട് അവനെ ഭീഷണിപ്പെടുത്തിയിട്ട് അവളെ വിളിച്ചോണ്ട് പോകും. ഒന്നും ചെയ്യാൻ പറ്റാതെ ഹീറോ നിലവിളിച്ച് കരയായിരിക്കും. അത് കഴിഞ്ഞ് പിറ്റേന്ന് തന്നെ വില്ലൻ സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട്. എനിക്കിപ്പോൾ ഓർമ്മകളെല്ലാം പഴയ പോലെയായി, ചെറിയൊരു തലവേദന ഉണ്ടെന്നേ ഉള്ളൂ, എന്നാലും ഞാൻ ജോലി ചെയ്യാൻ റെഡിയാണെന്നും പറഞ്ഞ് അവൻ ചീഫിനെ കാണും. ചീഫ് എന്ന് ആരംഭിച്ചോളൂ എന്ന് പറഞ്ഞ് അവന്റെ ചെയറിലേക്ക് പറഞ്ഞു വിട്ടാണ്. തന്റെ സീറ്റിൽ വന്നിരുന്ന ഹീറോയെ കണ്ട് ജൂനിയർ ഒരു വണക്കം പറഞ്ഞ് അങ്ങേര് നേരെ വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കും. പുള്ളിക്കാരൻ കറക്റ്റായിട്ട് പാസ്വേഡൊക്കെ അടിച്ച് കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ചീഫ് വന്നിട്ട് പറയുക, ഇവര് പിടിച്ച കില്ലറെ ജയിലിലേക്ക് കൊണ്ടുപോവാണ്, അതിന് 2 പേരെ എനിക്ക് വേണം, 2 പോലീസുകാർ വരുമെന്ന് പറഞ്ഞ് ജൂനിയറെയും മറ്റൊരു പോലീസുകാരനെയും അദ്ദേഹം വിളിച്ചുകൊണ്ട് പോകും. പോകാൻ നേരത്താണ് നമ്മുടെ ജൂനിയർ അവനോട് ഹീറോയ്ക്ക് എത്രമാത്രം സ്നേഹം ഉണ്ടായിരുന്നു എന്നുള്ളത് ആലോചിക്കുക. അവൻ ആദ്യമായി ഒരു ഷൂ
ഗിഫ്റ്റ് ചെയ്തത് ഹീറോ ആയിരുന്നു. അവന്റെ എല്ലാ ആക്ഷനിലും അദ്ദേഹം ശ്രദ്ധിക്കുമായിരുന്നു. ഒരനിയനെ പോലെ കെയർ ചെയ്തിരുന്നു. ഇപ്പൊ ആര് പറയുന്നതാണ് ശരി, ആരെയാണ് താൻ സഹായിക്കേണ്ടതെന്ന് അറിയാതെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കായിരിക്കും അവൻ. ഹോസ്പിറ്റലിൽ ചെന്ന് കില്ലറെ വിളിച്ചോണ്ട് പോകാൻ നേരം കില്ലർ പറയും, നീ എന്റെ രൂപത്തിലുള്ള ശരിക്കുള്ള കില്ലറിനെ കണ്ടിരുന്നില്ലേ, നിനക്കും മനസ്സിലായിട്ടുണ്ടാവും അവനിൽ ചേഞ്ച്. അത് കേട്ട് ജൂനിയർ പറയും, അദ്ദേഹത്തിന് തന്റെ എല്ലാ കാര്യങ്ങളും അറിയാം, സീക്രട്ട് പാസ്വേഡ് വരെ അറിയാം, പിന്നെങ്ങനെ ഞാൻ അദ്ദേഹത്തെ സംശയിക്കും. അതിന് ഹീറോ, അവൻ എന്റെ കുടുംബത്തെ കൊല ചെയ്യുമെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും അവന് പറഞ്ഞു കൊടുത്തത്, എന്നെ സഹായിക്കൂ മീൻ എന്ന് ഹീറോ പറയുമെങ്കിലും വേറെ വഴിയില്ലാതെ ജൂനിയർ അവനെയും വിളിച്ചോണ്ട് പോവുകയാണ് ജയിലിലേക്ക്. ആശുപത്രിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ മരണപ്പെട്ട ആൾക്കാരുടെ ബന്ധുക്കളും ഒരുപാട് പത്രക്കാരും ഉണ്ടാവും. അവരെല്ലാം താണ്ടി ഇവര് വണ്ടിക്കകത്തേക്ക് കയറുമ്പോൾ ഹീറോ, അവൻ എന്റെ വീട്ടിലേക്കാണ് പോയിരിക്കുന്നത്, അവൻ എന്റെ കുടുംബത്തെ ഇല്ലാതാക്കും, എന്റെ മോള്, എന്റെ കുഞ്ഞുമോള്, അവള് ഡേഞ്ചറിലാണ്, എന്നെ സഹായിക്കുമീൻ, എന്നെ സഹായിക്കുമീൻ എന്ന് ഹീറോ വീണ്ടും വീണ്ടും പറയുമെങ്കിലും ഇവൻ പറയുന്നതെല്ലാം ശരിയാണോ സത്യമാണോ എന്നറിയാതെ ജൂനിയർ അവന്റെ ലോക്കിന്റെ കീ എടുത്ത് മാറ്റിവെക്കുകയാണ്. അത് കഴിഞ്ഞ് പോലീസുകാര് ഹീറോയെ കൊണ്ടുവന്ന് ജയിലിനകത്ത് പൂട്ടിയിടുന്നു. എങ്ങനെയെങ്കിലും ഇതിനകത്തുനിന്ന് രക്ഷപ്പെടണം എന്ന് ഉറച്ചിട്ട് ഹീറോ തന്റെ തല ചോരിലേക്ക് ആഞ്ഞാഞ്ഞിടിക്കാൻ തുടങ്ങും. തല പൊട്ടി രക്തം ഒലിച്ചിറങ്ങുന്ന കാണുമ്പോൾ പോലീസുകാർക്ക് നോക്കി നിൽക്കാൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് അവനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം. സോ 2 പോലീസുകാർ ഓടി വന്ന് ഹീറോയെ പിടിച്ചെടുത്തുകൊണ്ട് ആംബുലൻസിൽ കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോവാണ്. കൊണ്ടുപോകുന്ന വഴി ഹീറോ ശ്വാസം കിട്ടാത്തതുപോലെ അഭിനയിച്ച് ആംബുലൻസിനകത്തുണ്ടായിരുന്ന ഒരു കത്രികയെടുത്ത് ഒരു പോലീസുകാരന്റെ ചങ്കിന് നേരെ വെച്ച് അവനെ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഇവന്റെ ഹാൻഡ് കഫ് അഴിപ്പിച്ച് അതിനകത്തുണ്ടായിരുന്ന 3 പോലീസുകാരെ അടിച്ചിട്ട് ഇവൻ ആംബുലൻസിൽ നിന്ന് ഓടി രക്ഷപ്പെടും. ഇവൻ രക്ഷപ്പെട്ടു എന്നുള്ള വിവരം വില്ലൻ TV ന്യൂസിലൂടെ അറിയുന്നുണ്ട്. എന്നാൽ ഈ രക്ഷപ്പെട്ട ഹീറോ ഏത് വഴിക്കാണ് പോകുന്നതെന്നുള്ളത് GPS മുഖാന്തരം വില്ലൻ അറിയാൻ പറ്റുന്നുണ്ട്. അവൻ എന്തോ ഒരു പ്രത്യേക ഡിവൈസ് ഹീറോയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഹീറോ നേരെ തന്റെ വീട്ടിലേക്കാണ് വരിക. വില്ലൻ അവന്റെ കുടുംബത്തിന്റെ കൂടെ ഇരിക്കുന്ന ഹീറോ കാണും. എങ്ങനെയാണ് അവരെ രക്ഷപ്പെടുത്തുക എന്ന് ഇവൻ ആലോചിക്കുമ്പോൾ വില്ലന് മനസ്സിലാകും ഹീറോ വീടിനടുത്തേക്ക് എത്തി എന്നുള്ളത്. അവൻ ഹീറോയുടെ മോളെ ശരീരത്ത് കൈവച്ച് ഹീറോയെ പേടിപ്പിക്കുകയാണ്, അവൾ എന്തേലും ചെയ്ത് കളയും എന്ന രീതിക്ക്. മോള് മാറിക്കഴിയുമ്പോൾ ഇവനൊരു മൊബൈൽ എടുത്ത് പുറത്തേക്ക് വലിച്ചെറിയും ഹീറോ എടുക്കാൻ വേണ്ടിയിട്ട്. ഹീറോ ആ മൊബൈൽ എടുക്കുമ്പോൾ വില്ലൻ പറയും, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, എനിക്ക് വേണ്ട കാര്യങ്ങൾ നീ ചെയ്തു കഴിഞ്ഞാൽ നിന്റെ കുടുംബം സേഫ് ആയിരിക്കും. അല്ലെങ്കിൽ നിനക്ക് ഇതിനു മുന്നേ കണ്ടുകിട്ടിയ സ്ത്രീകളുടെ ചേതനയറ്റ ശരീരങ്ങൾ പോലെ നിന്റെ കുടുംബത്തിന്റെ ശരീരങ്ങളും കാണേണ്ടി വരും. നീ ഭയപ്പെടണ്ട, ഞാൻ മുഴുവനായും നിന്റെ ശരീരം എടുത്തിട്ടില്ല. ഒരു ചെറിയ കാലയളവിലേക്ക് മാത്രമാണ് ഞാൻ നിന്റെ ശരീരത്തിലേക്ക് മാറിയിരിക്കുന്നത്. എന്റെ ജോലി കഴിഞ്ഞാൽ ഞാനത് നിനക്ക് തിരിച്ചു തരും. എനിക്ക് വേണ്ടി നീ ചെയ്യേണ്ടത് ഇത്രമാത്രം, എന്റെ കൂടെ ഉണ്ടായിരുന്ന ബാക്കി 3 പേരെയും കണ്ടുപിടിക്കണം. അവരെ ജീവനോടെ 2 ആഴ്ചയ്ക്കുള്ളിൽ നീ എന്നെ ഏൽപ്പിക്കണം. അവന്മാരെന്നെ ചതിച്ചു. ഞാൻ എവിടെയുണ്ടെന്നുള്ള വിവരം, ആ ടിപ്പ്, പോലീസിന് കിട്ടിയ ടിപ്പ്, അത് അവന്മാരെ നിങ്ങൾക്ക് തന്നതാണ്. ആ ചതിയന്മാരെ എന്റെ കൈകൊണ്ട് എനിക്ക് കൊല്ലണം. നീ കള്ളന്മാരെ പിടിക്കാൻ വിദഗ്ധനല്ലേ, അവന്മാരെ പിടിച്ചോണ്ട് വാ. അത് കേട്ട് ഹീറോ ചോദിക്കും, ഞാൻ എങ്ങനെ അവന്മാരെ പിടിക്കും? എന്റെ കയ്യിൽ എവിഡൻസ് ഒന്നുമില്ല, ലീഡൊന്നുമില്ല. അതിന് വില്ലൻ, നാളെ യോങ്സാൻ സ്റ്റേഷനിലേക്ക് പോ. അവിടെ ഒരു ഹോംലെസ് നിന്റെ അടുത്തേക്ക് വരും, നിന്നോട് സംസാരിക്കും. നിനക്കിപ്പോൾ എന്റെ മോന്തയല്ലേ ഉള്ളത്, ആ മോന്ത ഉപയോഗിക്കുക. അതുപയോഗിച്ച് അവന്മാരെ പിടിച്ചോണ്ട് വാ. ഇത് കേട്ട് അവിടെ നിന്ന് ഇറങ്ങിയ ഹീറോ ആദ്യം വിളിക്കുക ജൂനിയറെയാണ്. ജൂനിയറോട് പറയും, ഞാൻ ജേവാനാണ്, ഞാൻ പറഞ്ഞത് നീ ഇതുവരെ വിശ്വസിച്ച് കാണില്ല, എന്നാൽ നാളെ യോങ്സാൻ സ്റ്റേഷനിലേക്ക് വായോ. കില്ലറിൽ ഒരാളെ ഞാൻ അവിടെ നിന്ന് നിനക്ക് പിടിച്ചു തരാം, അപ്പം നിനക്ക് മനസ്സിലാകും ഞാൻ ആരാണെന്ന്. അങ്ങനെ പിറ്റേന്ന് ഹീറോ യോങ്സ്റ്റാൻ സ്റ്റേഷനിലേക്ക് വരുന്നു. അവിടെ ആരെയും കാണാത്തോണ്ട് സ്റ്റേഷന്റെ പുറകിലേക്ക് വരിക ഹീറോ. അപ്പോഴാണ് ഒരു ഹോംലെസ് ഹീറോയുടെ അടുത്തേക്ക് വരിക. ഞാൻ ന്യൂസ് കണ്ടിരുന്നു, നീ രക്ഷപ്പെട്ടത് മനസ്സിലാക്കി, എന്താണ് ശരിക്കും സംഭവിച്ചത്? അതിന് ഹീറോ ഒന്നും മിണ്ടില്ല. എന്റെ കൂടെ വായോ എന്നും പറഞ്ഞ് ഇയാൾ മുന്നേ നടന്ന് ഹീറോയെ ഒരു ബാത്റൂമിലേക്ക് വിളിച്ചോണ്ട് പോകും. നീ പോലീസുകാരോട് ഞങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ? അവന്മാരെന്താണ് ചോദിച്ചത്? അത് കേട്ട് ഹീറോ, നിങ്ങളെപ്പോലെ കൂടെയുള്ളവരെ ചതിക്കുന്ന സ്വഭാവം എനിക്കില്ല. ആരാടാ എന്നെ കാണിച്ചു കൊടുത്തത്? അത് കേട്ടാ തന്ത പറയും, ഞങ്ങൾ ആരുമല്ല, യോഹാനാണ് നിന്നെ കാണിച്ചു കൊടുത്തത്. നീ ടീം നയിക്കുന്നത് അവന് ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ അവർ 2 പേരും ഒരുമിച്ചപ്പോ പിന്നെ എനിക്ക് വേറെ വഴിയില്ല, ഞാൻ കൂട്ടുനിന്നു. അപ്പൊ ഹീറോ ചോദിക്കും, ബാക്കിയുള്ളവന്മാരെവിടെയെന്ന്. എന്നാൽ ഹീറോയുടെ ഭാഷയിലും ശൈലിയിലും മാറ്റമുള്ളതുകൊണ്ട് അയാൾക്ക് സംശയം തോന്നിയിട്ട്, നിന്റെ സംസാരത്തിലും പ്രവർത്തനത്തിലും മാറ്റമുണ്ടല്ലോ, നിനക്ക് എന്താ പറ്റിയത്? ആരാ നീ ചാട വേഷത്തിൽ വന്നിരിക്കുന്ന പോലീസാണോടാ? അത് കേട്ട് ഹീറോ, ഇത്രയും പ്രായമായിട്ടും തനിക്ക് ചെറിയ മാറ്റങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ, ഞാൻ ആരാണെന്ന് ഇപ്പൊ എനിക്ക് പോലും അറിയില്ല, പക്ഷേ നിങ്ങളെല്ലാവരെയും ഞാൻ അടിച്ച് പിടിച്ചോണ്ട് പോകും എന്നുള്ളത് ഉറപ്പാണ്. ഇത് കേട്ടുടനെ ആ തന്ത കയ്യിലൊരു കത്തിയെടുത്ത് ഹീറോയെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. തന്തപ്പനാണെങ്കിലും നല്ല ആരോഗ്യമുണ്ട്, ഹീറോയ്ക്ക് പിടിച്ചേക്കാൻ പറ്റില്ല. ഹീറോയെ നിലത്തിട്ട് അവൻ കുത്താൻ നോക്കുമ്പോഴാണ് ഭാഗ്യത്തിന് ജൂനിയർ പുറകിന്ന് വന്ന് അവനെ പിടിച്ചു മാറ്റി രക്ഷപ്പെടുത്തുക. ആ തന്തപ്പനെ താഴെ തള്ളിയിട്ട് ഹീറോ ചാടി കയറി അയാളുടെ മുഖത്തേക്ക് ഒരു 5-6 കുത്ത് ആഞ്ഞാഞ്ഞ് കൊടുത്ത് അയാളെ ബോധം കെടുത്തി വീഴ്ത്തും. എന്നിട്ട് ജൂനിയറോട് പറയും, ഇവൻ അറസ്റ്റ് ചെയ്തിട്ടും കാര്യമില്ല, കാരണം നമ്മുടെ കയ്യിൽ എവിഡൻസ് ഇല്ല, ഇവൻ റിലീസായി പോകും. ഇവന്റെ വാ കൊണ്ട് തന്നെ പറയുന്ന ഒരു കൺഫെഷൻ നമുക്ക് വേണം, അതിന് വഴിയുണ്ട്, ഇവനെ പൊക്കിയെടുത്തോണ്ട് വായോ എന്ന് പറഞ്ഞ് ഹീറോ ജൂനിയറെയും വിളിച്ച് ആ തന്തേനെയും വണ്ടി കയറ്റി കാറിന്റെ ഡിക്കി കയറ്റിയിട്ട് അവിടുന്ന് ഒഴിഞ്ഞ സ്ഥലത്തേക്ക് പോവാണ്. അപ്പൊ ജൂനിയർ ആണെങ്കിൽ, ഇപ്പോഴും എനിക്കങ്ങോട്ട് നിങ്ങളുടെ രൂപത്തെ ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടില്ല,
എന്തേലും ആവട്ടെ, എല്ലാം നല്ല രീതിയിൽ അവസാനിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഇവരാ ചങ്വു എന്ന് പറയുന്ന നേരത്തെ വന്ന അതേ പ്ലേസിലേക്ക് പോവുകയാണ്, ആ പഴയ വാനിലേക്ക്. അവിടെ ഈ തന്തയെ കൊണ്ടുപോയി കിടത്തി അങ്ങേരെ ഷോക്ക് അടുപ്പിച്ച് ഹീറോ ഓരോ ചോദ്യങ്ങളായിട്ട് അയാളോട് ചോദിക്കും. നിങ്ങൾ എത്ര പേരുണ്ടെന്ന് ചോദിക്കുമ്പോൾ 4 പേരാണെന്ന് പുള്ളി പറയും. നിങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്ന് ചോദിക്കുമ്പോൾ യോഹാൻ എന്ന് പറയുന്ന ആളും ഈ തന്തയും കൂടിയാണ് വിക്ടിംസിനെ കൊണ്ടുപോവുക. പല കാര്യങ്ങളും പറഞ്ഞ് പറ്റിച്ച് കൊണ്ടുപോകും. അത് കഴിഞ്ഞ് ഇവരെല്ലാം ചേർന്ന് പീഡിപ്പിച്ച് ചാ എന്ന് പറയുന്ന ഇപ്പൊ ഹീറോയുടെ ആത്മാവുള്ള ഇവനാണ് അവരെ കൊല്ലുക. ഇവനാണ് ലീഡർ. എങ്ങനെയാണ് നിങ്ങളെല്ലാവരും ഒരുമിച്ചെന്ന് ചോദിക്കുമ്പോൾ ആ അപ്പൂപ്പൻ പറയും, നീയാണ് ഞങ്ങളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയതെന്ന്. പീഡിപ്പിക്കാൻ മാത്രമാണ് ഞങ്ങൾ ഒത്തുകൂടിയത്. പക്ഷെ നീയാണ് പറഞ്ഞത് ഡാർക്ക് വെബിൽ കൂടെ കാണിച്ച് അവരെ കൊല്ലാം, അത് ഫണ്ണായിരിക്കുമെന്ന്. ബാക്കിയുള്ളവരെല്ലാം എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ തന്ത പറയും, നീ പിടിക്കപ്പെട്ടപ്പോൾ തന്നെ ഞങ്ങളെല്ലാം സ്പ്ലിറ്റായി. അവരെല്ലാം എവിടെയാണെന്ന് എനിക്കറിയില്ല, സത്യം പറയടാന്ന് പറഞ്ഞ് ഹീറോ ഒന്നുകൂടി ഷോക്ക് കൊടുക്കുമ്പോൾ ആ തന്ത പറയും, ബാക്കിയുള്ള 2 പേര് എവിടെയാണെന്ന് എനിക്കറിയില്ല, ഒരാൾ എവിടെയാണെന്നറിയാം, സിയോക്ക്. അവനൊരു ഇറച്ചിക്കടയിലാണ് ജോലി ചെയ്യണതെന്ന് തന്ത ഹീറോയോട് പറയും. അത് കഴിഞ്ഞാൽ മൂത്താരെയും ജൂനിയറുടെ വണ്ടിയിലാക്കി ബാക്കിയുള്ളവരെ ഞാൻ പിടിക്കാം, അതുവരെ എന്റെ കുടുംബത്തിനൊന്നും സംഭവിക്കാതെ നോക്കിക്കോ എന്നും പറഞ്ഞ് ഹീറോ ജൂനിയറെ പറഞ്ഞു വിടും. തന്നെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പം ആരോടും പറയണ്ട, എല്ലാം കഴിഞ്ഞിട്ട് നമുക്കതിലൊരു തീരുമാനം ഉണ്ടാക്കാന്നുള്ളതും പറയും. ഈ ജൂനിയർ പോയി കഴിയുമ്പോൾ ഹീറോയ്ക്ക് പെട്ടെന്ന് ഈ വില്ലന്റെ, ഈ രൂപമുള്ള യഥാർത്ഥ വില്ലന്റെ ചില ഓർമ്മകളൊക്കെ വരുന്നുണ്ടാവും. എനിക്കെന്തുകൊണ്ട് അവന്റെ ഓർമ്മകൾ വരുന്നു എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവും ഹീറോയ്ക്ക്.